ഇതാണ് കേരളത്തിൻ്റെ ഫേണിച്ചർ ഹബ്ബ് എന്നറിയപ്പെടുന്ന നെല്ലിക്കുഴി. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ ആലുവ മൂന്നാർ ഹൈവേയിലാണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു 4 കട്ടിൽ ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അതൊന്ന് നോക്കാനായിട്ട് വന്നതാണ്. പലരോടും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഓപ്ഷൻ നെല്ലിക്കുഴിയായിരുന്നു. കാര്യം ഇവിടെ ഒരുപാട് ഫർണിച്ചർ കടകളുണ്ട്, പോയി നോക്ക് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വന്നേക്കുവാണ്. ആദ്യം ഒരു കടയിൽ കയറി, അവിടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. അത് കഴിഞ്ഞ് അടുത്ത കടയിൽ വന്നിരിക്കുകയാണ്. ഈ കടയിൽ ഞാൻ കയറി അവരുമായിട്ട് സംസാരിച്ച് എനിക്ക് ഏതാണ്ട് ഒരുവിധം വിലയൊക്കെ ഓക്കെ ആയൊരു ഷോപ്പാണ് ഇത്. കാര്യം എൻ്റെ മനസ്സിലുള്ള ഒരു കട്ടിലിൻ്റെ ഒരു രൂപമുണ്ട്. അതായത് ഈ CNC മോഡൽ കട്ടിലെന്ന് പറയും, ആ ഒരു സാധനം എനിക്ക് ഈ കടയിൽ കാണാൻ പറ്റി. പക്ഷേ ഇവിടെ കിടന്നിരുന്ന CNC കട്ടിൽ തേക്കിൽ പണിതയാണ്. അവർ 20,000 രൂപ വില പറഞ്ഞു. എനിക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. എനിക്കൊരു 15 മേലെ ഒന്നും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ഒരു 15,000 നിൽക്കുന്ന ഒരു 4 കട്ടിലെടുക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. അങ്ങനെ അവർ തേക്കിൽ പറ്റില്ല, എന്താ കുഞ്ഞിവാക എന്ന് പറയുന്നൊരു തടിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അക്കേഷ്യ. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിവാക എന്ന് പറയുന്ന തടിയുടെ ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ അതിൻ്റെയും അക്കേഷ്യയുടെയും റേറ്റ് അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ കടയിലുള്ള മറ്റ് ഫേണിച്ചറെല്ലാം ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ അന്ന് അഡ്വാൻസ് അവർക്ക് കൊടുത്തില്ല. കാര്യം അവിടെ വേറെയും കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കയറി കണ്ട് നമുക്ക് മറ്റു കടയിലൊക്കെ ഒന്ന് റേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തൊരു കടയിൽ വന്നു. അവിടെയും കയറി നമ്മൾ ഫേണിച്ചറൊക്കെ നോക്കി. അപ്പോൾ എല്ലാ കടക്കാരും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാം എന്ന് സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയത് തന്നെ ഒരു വൈകുന്നേരം സമയമായിരുന്നു. അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ബേക്കറി കയറി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഫർണിച്ചർ നോക്കി ഇങ്ങനെ നടക്കുവാണ്. നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ കടയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചില ഫേണിച്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കടയിലൊക്കെ നമ്മളിങ്ങനെ കയറി ഒന്ന് റേറ്റൊക്കെ എടുത്ത് നമുക്കറിയണമല്ലോ നമുക്ക് എവിടെ നിന്ന് എടുക്കുന്നതാണ് ലാഭം എന്ന് നോക്കി ഇങ്ങനെ നടക്കുവാണ്. കുറേ കടകളിലൊക്കെ കയറി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരാളൊരു നെല്ലിക്കുഴിയിലുള്ളൊരു ഷോപ്പിൽ നിന്ന് ഫേണിച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കോണ്ടാക്ട് നമ്പർ തന്നിരുന്നു, പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കയറി നടക്കുന്ന സമയത്ത് അവർ ഞങ്ങളെ തിരിച്ച് വിളിച്ച്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പോണ വഴിയിലുള്ള കടയിലൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി ഓരോ ഫർണിച്ചറൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു കടയിൽ കണ്ട ഒരു സാധനം എന്നെ ഹഠാത് ആകർഷിച്ചു. ഈ കുപ്പി പോലുള്ള ഈ ഫേണിച്ചറാണ്. ഒരു ഷോക്കേസാണ്. പക്ഷെ എനിക്കത് എന്നെ വല്ലാതെ ആ സാധനം ആകർഷിച്ചു. പിന്നെ അതൊന്നും മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് പതുക്കെ അവിടുന്ന് വീണ്ടും നടന്നു അടുത്ത ഫർണിച്ചർ ഷോപ്പ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആ പാർട്ടി പറഞ്ഞ ഷോപ്പിൽ ഞങ്ങളെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ 6:30 ആയി. അങ്ങനെ അവിടെ കയറി. 6:30 അല്ല, 7 മണിയായി ഞങ്ങളവിടെ കയറിയപ്പോഴത്തേക്ക്. അവിടെ കയറി അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ അടുത്തുള്ള ഫേണിച്ചർ കണ്ടു. നമുക്ക് ആവശ്യമുള്ള മോഡൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ ആ മോഡൽ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ കയ്യിലൊരു മോഡലിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുത്ത് അവരതുപോലെ പണിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് റേറ്റ് എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8:30 മണിയായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറി ലുലുവിൽ വന്നു. ലുലുവിൽ വന്നപ്പോൾ അവിടെ സെക്കൻഡ് ബെൻസിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബെൻസൊന്നും മേടിക്കാനുള്ള ആസ്തിയൊന്നുമില്ല. വെറുതെ അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഒരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ
ലുലു ഹൈപ്പറിലേക്ക് പോവുകയാണ്. കാര്യം രാത്രി കഴിക്കാനായിട്ട് വീട്ടിലൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈപ്പറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുപോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരെ ഹൈപ്പറിൽ വന്നു. കാര്യം 11 മണി വരെയാണ് ലുലു ഉള്ളത്. അന്ന് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. അത് കാരണം ലുലു ഒത്തിരി വൈകിയാണ് അന്ന് അടച്ചത്. അതുമല്ല ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് രാത്രി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ ലുലുവിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലുലുവിൽ എന്തൊക്കെയോ ചെടിയുടെയൊക്കെ എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ചെടികളുണ്ടായിരുന്നേ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വിലയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ ചെടികളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിന്നു. അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് നമ്മൾ മേടിച്ച ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണേ. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തെത്തി. ഇതാണ് ഞങ്ങളുടെ വഴിപ്പണി. ഇതേ 1.5 മാസം ആവാനായി, എന്നിട്ടും തീർന്നിട്ടില്ല. അത് കാരണം വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ റോഡിൽ എവിടെയാണ് സ്ഥലം ഉള്ളതെന്ന് നോക്കി അവിടെ അടുത്തുള്ളൊരു കടയുടെ വാതിൽക്കൽ കൊണ്ടുപോയി വണ്ടിയും വെച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.